എല്ലാരും നോക്കിയിരുന്നോ? KSEBയുടെ മുട്ടൻ പണി വരുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഈ നാട്ടിലെ ഭരിക്കുന്നവരും മാധ്യമങ്ങളും ചേർന്ന് വഴിതിരിച്ചു വിടുമ്പോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയത്തിൽ KSEB കൊള്ള നടത്താൻ പോകും. 2027 വരെയുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KSEB റെഗുലേറ്ററി കമ്മീഷനിൽ ഒരു ശുപാർശ നൽകിയിരുന്നു. ആ ശുപാർശയുടെ മേൽ റെഗുലേറ്ററി കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് നടത്താൻ പോകും. 3-ാം തീയതി കോഴിക്കോട് നളന്ദ ടൂറിസ്റ്റ് ഹോമിലും, 4-ാം തീയതി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാൾ പാലക്കാടും, 5-ാം തീയതി കോർപ്പറേഷൻ ടൗൺ ഹാൾ എറണാകുളത്തും, 10-ാം തീയതി കോൺഫറൻസ് ഹാൾ പ്രിയദർശിനി പ്ലാനറ്റേറിയം PMG തിരുവനന്തപുരത്തും പബ്ലിക് ഹിയറിംഗ് നടത്തുകയാണ്. ഈ പബ്ലിക് ഹിയറിംഗിൽ നമ്മൾ പോണം. നമ്മുടെ ആകുലതകളും ആശങ്കകളും അവിടെ അവതരിപ്പിക്കണം. ഇല്ലെങ്കിൽ KSEB കൊടുക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ അതേപടി അംഗീകരിക്കുകയും വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ വർദ്ധിപ്പിച്ചതിന് ശേഷം KSEB ഓഫീസിന് മുമ്പിൽ പോയി സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് കേൾക്കാൻ നിങ്ങൾ ചോദിക്കും, വക്കീൽ ഇവന്മാരുടെ ഈ പബ്ലിക് ഹിയറിംഗിന് പോയിട്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന്. പ്രയോജനമുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. സ്വല്പം അഹങ്കാരത്തോടും അതിലേറെ അഭിമാനത്തോടും പറയട്ടെ, സോളാർ വില വർധനവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തി. സാധാരണഗതിയിൽ ഒരു പട്ടിയും പൂച്ചയും പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഒരു വീഡിയോ ചെയ്തു, ജനങ്ങൾ അങ്ങോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പോയി. സാധാരണഗതിയിൽ ആരും വരാത്ത പബ്ലിക് ഹിയറിംഗിൽ 250 മനുഷ്യരാണ് അവിടെ വന്നത്. തർക്കങ്ങൾ, വിവാദങ്ങൾ, ചർച്ചകളുണ്ടായി. അവസാനം റെഗുലേറ്ററി കമ്മീഷനും KSEBക്കും സോളാർ വില വർധനവിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. ഇതാണ് നമ്മുടെ ബലം. പ്രതികരണവും ചർച്ചയും വാട്സപ്പിലും ഫേസ്ബുക്കിലും മാത്രം ഒതുക്കിയിട്ട് മറ്റാരെങ്കിലും വന്ന് പ്രതികരിക്കുമെന്നും അവർ നമ്മൾക്ക് വേണ്ടി പടപൊരുതും എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമുക്ക് വേണ്ടി പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച 4 സ്ഥലങ്ങളിൽ നടക്കുന്ന പബ്ലിക് ഹിയറിംഗിൽ പോയി നമ്മുടെ ആശങ്കകളും ആകുലതകളും ഈ വൈദ്യുത നിരക്ക് വർധനവ് കൊള്ളയാണ് എന്ന് റെഗുലേറ്ററി കമ്മീഷനെ ബോധ്യപ്പെടുത്തുക. അവർ പിന്മാറും. KSEBയുടെ കൊള്ള അവസാനിപ്പിക്കണം, അനുവദിക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്.